എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കമാരസംഭവം എന്ന ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ഏതൊരു ആക്ടറിൻ്റെയും സ്വപ്നമാണ് ഇതുപോലുള്ളൊരു വലിയ സിനിമ. ഭാനുമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് നൽകിയതിന് രതീഷ് ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പീരീഡായിരുന്നു. പക്ഷെ ഒരിക്കലും ആക്ടേഴ്സിൽ ആ പ്രഷർ ഒരിക്കലും അദ്ദേഹം കൊണ്ടുവന്നിരുന്നില്ല. ഇറ്റ്സ് എ ബ്രില്യൻ മേക്കർ. Thank you so much, Radish Atta. And thank you, Gugulam Production House, for making such wonderful movies. And Dilip Attan. ദിലീപ് ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു സഹോദരനെ പോലെ, എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4ാമത്തെ ചിത്രമാണിത്. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും ഇറ്റ് വാസ് മോർ ലൈക്ക് എ ലേണിംഗ് പ്രോസസ്. താങ്ക് യു സോ മച്ച് ദിലീപ് ഏട്ടാ. ആൻഡ് സിദ്ധാർത്ഥ്. ബോയ്സ് കണ്ട ആ ഒരു ടൈമിൽ ഐ വാസ് യങ് ബാക്ക് ദെൻ. അപ്പോൾ തൊണ്ട് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് നടന്നൊരു ടൈമായിരുന്നു. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ ഹാർട്ട് ത്രോബായിരുന്നു. ഹിസ് സച്ച് എ വണ്ടർഫുൾ ആക്ടർ. ഇറ്റ് വാസ് സോ നൈസ് വർക്കിംഗ് വിത്ത് യു സിദ്ധാർത്ഥ്. ആൻഡ് മുരളിയേട്ടൻ. മുരളിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഹൈറ്റ്, വെയ്റ്റ്, ബുദ്ധി. ആദ്യമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 2 വട്ടം ആലോചിക്കും എന്താ സംസാരിക്കേണ്ടതെന്ന്. ഏറ്റവും കൂടുതൽ ശരിക്കും പറയുകയാണ്, ഗൂഗിൾ ഡിക്ഷണറി ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരുന്നത് ആ ഒരു ടൈമിലായിരുന്നു. കമാരസംഭവത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. ആൻഡ് ഗോപിയേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ്. പിന്നെ നമ്മുടെ മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയാവുന്നത് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ സുനിലേട്ടൻ. താങ്ക് യു സോ മച്ച് സുനിലേട്ട. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഫിലിം ചെയ്തത്. ടെക്നീഷ്യൻസ് ആയാലും, ആർട്ട്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, എല്ലാ ആക്ടേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മലയാള സിനിമയുടെ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ ആ പട്ടികയിൽ വരുന്ന ഒരു നല്ല സിനിമയായിരിക്കും കമാരസംഭവം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.